നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും സ്വാഗതം. നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിന്റെ ആദ്യത്തെ ടോപ്പിക്കായിട്ടുള്ള സ്റ്റേമൺ മൈക്രോസ്പൊറാഞ്ചിയം ആൻഡ് പോളൻ ഗ്രെയിൻ ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം ഈ പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് നീറ്റ് എക്സാമിന് പ്രീവിയസ് ഇയേഴ്സ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഇങ്ങനത്തെ ഒരു പാറ്റേണിലാണ് നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫ്ലവേഴ്സ് ആണ് പ്ലാന്റ്സിന്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. മിക്ക ഫ്ലവേഴ്സ് എടുക്കുകയാണെങ്കിലും ഈ ഫ്ലവേഴ്സിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ചിലതിൽ രണ്ടിലും ഉണ്ടാവില്ല, ചിലതിൽ മെയിലും ഫീമെയിലും ഒരുമിച്ച് തന്നെ കാണും. ഇവിടെ നമ്മൾ മെയിനായിട്ടും ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റേമണിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ആന്ത്രീസിയം മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ ആന്ത്രീസിയം അല്ലെങ്കിൽ സ്റ്റേമൺ എന്ന് പറയും. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ ഗൈനീഷ്യം എന്ന് പറയും. മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിൽ ഈ ആന്തർ എന്ന് പറയുന്ന ഒരു പോർഷനും ഫിലമെന്റ് എന്ന് പറയുന്ന ഒരു പോർഷനും ഉണ്ട്. ഇത് രണ്ടും കൂടെ കൂടിച്ചേരുമ്പോഴാണ് സ്റ്റേമൺ അല്ലെങ്കിൽ ആന്ത്രീഷ്യം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യണം ഏതാണ് ഈ ആന്തർ. ഇപ്പം നമ്മൾ ഫ്ലവർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള സ്ട്രക്ചേഴ്സ് കാണാൻ വേണ്ടി പറ്റും. ഇപ്പം ഇവിടെ നോക്കിക്കോ, 1 2 3 4 5 6 7 8 ഈ 8 എണ്ണമാണ് നമ്മുടെ സ്റ്റേമൺ. ഈ 8 എണ്ണത്തിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പെക്യുലിയർ സ്ട്രക്ചറാണ്. ഒരു റൗണ്ട് ഷേപ്പ് ടിപ്പ് റീജിയനും പിന്നെ ഒരു ഫിലമെന്റസ്, ഒരു സ്ലെൻഡർ പോർഷൻ താഴേക്കും വന്നിട്ട് അത് ഫ്ലവറിൽ അറ്റാച്ച് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പം ഈ ഒരു പോർഷനാണ് നമ്മുടെ സ്റ്റേമൺ. അപ്പം ഇവിടെ ഫ്ലവേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ നമ്പർ ഓഫ് സ്റ്റേമൺ ഡിഫറെൻ്റ് ആയിരിക്കും. രണ്ട് സ്ട്രക്ചേഴ്സ് ആണ് മെയിനായിട്ടുള്ളത്, ആന്തറും ഫിലമെന്റും. ഇവിടെ എപ്പോഴും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ സ്റ്റേമൺ ഫ്ലവറിന്റെ എവിടെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്ന്. ഫ്ലവറിന്റെ തലാമസ് റീജിയനിലാണ് ഈ സ്റ്റേമൺ വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ചില ഫ്ലവേഴ്സിൽ ഈ പെറ്റലിന്റെ എൻഡ് റീജിയനിലും ഇത് വന്നിട്ട് അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഈ രണ്ട് ആൻസേഴ്സ് നിങ്ങൾ ഓർത്തിരിക്കുക, തലാമസിലും ഫ്ലവറിന്റെ പെറ്റലിന്റെ എൻഡ് പോർഷനിലും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് ഒരു സ്റ്റേമന്റെ സ്ട്രക്ചറാണ്. നമ്മളിവിടെ കണ്ടു, ഇതാണ് നമ്മുടെ റൗണ്ട് സ്ട്രക്ചർ ആന്തർ, ആൻഡ് ഈ പോർഷനാണ് ഫിലമെന്റ് സ്റ്റോക്ക്. ഓക്കെ, ഇനി നമ്മൾ ആന്തറിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഈ ആന്തർ ലോബ് പോലെയാണ്. അപ്പം രണ്ട് ലോബ്ഡ് സ്ട്രക്ചേഴ്സ് ജോയിൻ ചെയ്ത പോലെയാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ആന്തർ ബൈ ലോബ്ഡ് ഇൻ നേച്ചറാണ്. ഇനി ഓരോ ലോബും സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇവിടെ നമ്മളിവിടെ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ, ഇതൊരു ലോബ്, ഇത് രണ്ടാമത്തെ ലോബ്. ഇവിടെ നമ്മൾ നോക്കിയാൽ ഇതൊരു ലോബ്, രണ്ടാമത്തെ ലോബ്. അത് നമ്മൾ ക്രോസ് സെക്ഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഒരു ബട്ടർഫ്ലൈ സ്ട്രക്ചർ അല്ലേ. അപ്പൊ ഇത് ഒരു പെർട്ടിക്കുലർ ലോബാണ്, ഇത് ഈ സൈഡിലത്തെ ലോബാണ്. അതിന്റെ നടുവ് കൂടെ ഇങ്ങനെ ഒരു ലൈൻ താഴേക്ക് പാസ് ചെയ്യുന്നുണ്ട്. ഇത് മെച്യൂർ ആവുമ്പം ഇത് ഓപ്പൺ ചെയ്യുന്ന, സ്പ്ലിറ്റ് ചെയ്യുന്ന റീജിയൻ ആണ് ഈ താഴേക്ക് കാണുന്ന ഈ ഓപ്പണിംഗ് റീജിയൻ. ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പേം നമ്മൾ എടുക്കുവാണെങ്കിൽ ഈ ലോബിൽ രണ്ട് തീക്കസ് ഉണ്ടാകും. ഇതിപ്പോൾ നമ്മൾ ഇവിടെ 1 2, ഈ സൈഡിൽ 2, അതേപോലെ ഈ സൈഡിൽ 2 തീക്കസ് ഉണ്ടാവും. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഡൈതീക്കസ് എന്നാണ് പറയുന്നത്. ഓരോ ലോബിലും 2 എണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡൈതീക്കസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ഒരു ആന്തറിന്റെ ഒരു യങ്ങർ ആന്തർ സ്റ്റേജിൽ എടുക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഒരു ടെട്രഗണൽ, 4 സൈഡുള്ള ഒരു ടെട്രഗണൽ ഷേപ്പാണ് ഇതിനുള്ളത്. ഇനി നമുക്കിവിടെ കാണാം ഒരു പോർഷൻ റിംഗ്, ഒരു സർക്കുലർ പോർഷൻ കാണാം. 1 2 3 4, 4 സർക്കുലർ പോർഷൻ. ഈ 4 സർക്കുലർ പോർഷൻ ആണ് ഇതിന്റെ മെയിൻ റീജിയൻ. അതിനെ നമ്മൾ മൈക്രോസ്പൊറാഞ്ചിയ എന്ന് പറയും. കാരണം ഇവിടെയുള്ള സെല്ലുകളാണ് പിന്നീട് ഡെവലപ്പ് ചെയ്തിട്ട് മൈക്രോ സ്പോർസ് ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻ ആയിട്ട് മാറുന്നത്. ഈ പോളൻ ഗ്രെയിൻ ആവുന്ന ഈ ആന്തർ സ്ട്രക്ചറിനെ സറൗണ്ട് ചെയ്തിട്ട് നല്ല വാൾസ് ഉണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ വാൾ ലെയേഴ്സ് ആയിട്ട് സെല്ലുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് 4 ലെയേഴ്സ് ആണുള്ളത്. ആദ്യത്തേതിന് നമ്മൾ ഔട്ടർ മോസ്റ്റ് ലെയർ എപ്പിഡെർമിസ് ആണ്. രണ്ടാമത്തതാണ് എൻഡോത്തീസിയം,
മൂന്നാമത്തത് മിഡിൽ ലെയർ. ഇനി ഏറ്റവും അവസാനം ഇവിടെ ഈ കണ്ടോ, ഈ മൈക്രോസ്പൊറാഞ്ചിയനെ ക്ലോസ്ലി സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന ആ സെല്ലുകളാണ് ടാപ്പെറ്റം. ഇനി ഇതിനുള്ളിലുള്ള മൈക്രോസ്പൊറാഞ്ചിയത്തിനുള്ളിലുള്ള ടിഷ്യൂസിനെ പറയുന്ന പേരാണ് സ്പോറോജീനിയസ് ടിഷ്യൂസ്. ഈ സ്പോറോജീനിയസ് ടിഷ്യൂസ് ആണ് പിന്നീട് നമ്മുടെ ഗാമേറ്റ്സ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ മൈക്രോസ്പോർ മദർ സെൽസ് അല്ലെങ്കിൽ പോളൻ മദർ സെൽസ് എന്നും കൂടെ നമ്മൾ പറയും. ഇനി ഇവിടെ നമ്മൾ ഈ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് എപ്പിഡെർമിസ്, എൻഡോതീസിയം, ദെൻ മിഡിൽ ലെയർ. ഈ 3 ലെയേഴ്സും പുറത്തുള്ള ലെയേഴ്സ് ആണ്. അതിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ആണ്. മൈക്രോസ്പൊറാഞ്ചിയത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. പിന്നീട് ഈ ആന്തർ മെച്യൂർ ആയി കഴിഞ്ഞ് നമ്മൾക്ക് അതിൻ്റെ ഉള്ളിൽ പോളൻ ഗ്രെയിൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോളൻ ഗ്രെയിൻസിന് പുറത്തേക്ക് റിലീസ് ചെയ്യണം അല്ലേ. ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ ഈ പോളൻ ഗ്രെയിൻസ് ഒക്കെ ആന്തറിൽ നിന്ന് പുറത്തേക്ക് റിലീസ് ചെയ്യണം. ആ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഞാൻ നേരത്തെ കാണിച്ചു, ഇവിടെയുള്ള ഈ പോർഷൻ ലൂബ്സിലുള്ള ഈ ഗ്രൂവ് ഓപ്പൺ ചെയ്തിട്ടാണ് അത് കണ്ടോ, ഇതിൽ കൂടെ കണ്ടോ പോളൻ ഗ്രെയിൻസ് ഒക്കെ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ആ സ്പ്ലിറ്റിങ് നടക്കും. ഇവിടെയുള്ള ഈ ഗ്രൂവ്സിൽ കൂടെ ഒരു സ്പ്ലിറ്റിങ് നടക്കും. ആ സ്പ്ലിറ്റിങ് നടന്നിട്ടാണ് ഈ പോളൻ ഗ്രെയിൻസ് ഒക്കെ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡെഹിസെൻസ്, സ്പ്ലിറ്റിംഗ് ഓഫ് ആന്തർ വാൾ ഫോർ ദ റിലീസ് ഓഫ് പോളൻ ഗ്രെയിൻ. ഇനി ഏറ്റവും ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള മൈക്രോസ്പൊറാഞ്ചിയത്തിനടുത്തിരിക്കുന്ന സെൽ വോളാണ് നമ്മുടെ വോൾ ലെയർ ആണ് ടെപ്പറ്റം. ഈ ടെപ്പറ്റം നല്ല ഡെൻസ് സൈറ്റോപ്ലാസവും ചില സമയത്ത് ബൈന്യൂക്ലിയേറ്റഡ് ആയിട്ടൊക്കെയാണ് കാണപ്പെടുന്നത്. ഇതിന്റെ മെയിൻ ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോളൻ ഗ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസിന് നറിഷ്മെന്റ് നൽകുക എന്നതാണ് ഈ ടെപ്പറ്റത്തിന്റെ ഫങ്ഷൻ. ഇനി അടുത്ത മെയിൻ പോയിന്റ് ആണ് മൈക്രോസ്പോറോജെനസിസ്. മൈക്രോസ്പോറോജെനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ പറഞ്ഞു സ്പോറോജീനിയസ് സെൽസ് ആണ് മൈക്രോസ്പോർസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ സ്പോറോജീനിയസ് സെൽസ് മൈക്രോസ്പോർസ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് മൈക്രോസ്പോറോജെനസിസ്. ഒരു സാധനം വെറുതെ വേറൊരു സാധനമായിട്ട് മാറത്തില്ലല്ലോ, അതിനുള്ളിൽ എന്തെങ്കിലും ഒരു പ്രോസസ്സ് നടക്കണം അല്ലേ. അപ്പോൾ ഈ പോളൻ മദർ സെൽസ് അല്ലെങ്കിൽ മൈക്രോസ്പോറോജീനിയസ് ടിഷ്യൂസ് ഒക്കെ അല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെൽസ് ഒക്കെ ഇങ്ങനെ മൈക്രോസ്പോർസ് ആയിട്ട് മാറണമെങ്കിൽ അതിനിടയിൽ മയോട്ടിക് ഡിവിഷൻ നടക്കും. അപ്പോൾ ഡിപ്ലോയിഡ് സെൽസ് ആയിട്ടുണ്ടായിരുന്ന മൈക്രോസ്പോറോസൈറ്റ്സ് ഒക്കെ മൈക്രോസ്പോർസ് ആവുന്നതിന് മുമ്പ് അതിനുള്ളിൽ മയോട്ടിക് ഡിവിഷൻ നടക്കും. മയോട്ടിക് ഡിവിഷൻ 1, മയോട്ടിക് ഡിവിഷൻ 2. അങ്ങനെ 2 മയോട്ടിക് ഡിവിഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താവും, അത് 4 സെൽസ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ നമുക്ക് 4 സെല്ലുകളുള്ള ടെട്രാഡ് ആയിട്ടാണ് നമുക്ക് മൈക്രോസ്പോർസ് കിട്ടുന്നത്. അപ്പോൾ മൈക്രോസ്പോറോജെനസിസ് എന്താണ്? ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ് ഫ്രം എ പോളൻ മദർ സെൽ ത്രൂ മയോസിസ് ഈസ് കോൾഡ് മൈക്രോസ്പോറോജെനസിസ്. ഇനി ഈ മൈക്രോസ്പോറോജെനസിസ് കഴിഞ്ഞപ്പോൾ നമുക്ക് ടെട്രാഡ് കണ്ടീഷനിലാണ് കിട്ടിയത്. ഇനി ഈ ആന്തർ, ഇതിപ്പോൾ യങ് ആന്തർ ആയിരിക്കുന്ന സ്റ്റേജിലാണ് ഇങ്ങനെ നടക്കുന്നത്. ഇനി ആന്തർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. മെച്യൂർ ആവുന്നതിനനുസരിച്ചിട്ട് ഈ ടെട്രാഡ് കണ്ടീഷനിലായിരുന്ന മൈക്രോസ്പോർസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യും. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അവർ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മൈക്രോസ്പോർസ് ആയിട്ട് മാറും. ഇനി ഈ മൈക്രോസ്പോർസ് ഗ്രാജ്വലി അത് ആന്തർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കും. ഇവിടെ ഈ ആന്തറിന് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നു കഴിയുമ്പോൾ അത് 2 സെൽ സ്റ്റേജ് ആയിട്ട് മാറും. ഈ 2 സെൽ സ്റ്റേജിൽ നമുക്കിവിടെ കാണാം ഈ സെൽസ് ഈക്വലി അല്ല ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു പോർഷൻ ബിഗും ഒരു പോർഷൻ ചെറുതുമാണ്, സ്മോൾ പോർഷനുമായിട്ടാണ് കാണുന്നത്. ഒരു ബിഗ് സെല്ലും ഒരു സ്മോൾ സെല്ലും. ഈ ബിഗ് സെല്ലിനെ പറയുന്നതാണ് വെജിറ്റേറ്റീവ് സെല്ല്, സ്മോൾ സെല്ലിനെ പറയുന്നതാണ് ജനറേറ്റീവ് സെൽസ്. അപ്പോൾ ഈ ബിഗ് സെല്ലിനുള്ളിൽ നമുക്ക് ഫുഡ് റിസർവ്സ് ഉണ്ടാകും. പിന്നെ അത് ഇറഗുലർ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇനി ഈ സ്മോൾ സെല്ല് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇതിനൊരു സ്പിൻഡിൽ ഷേപ്പാണ് ഈ സെല്ല്. കണ്ടോ, ഒരു
സ്പിൻഡിൽ ഷേപ്പാണ് ഇതിനുള്ളത്. പിന്നെ ഇത് നമ്മൾ ഈ ലാർജ് വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ മുകളിൽ ഫ്ലോട്ടായി കിടക്കുന്ന പോലെയാണ് നമുക്ക് ഈ വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന പോലെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ ഇതിനകത്ത് ഡെൻസ് സൈറ്റോപ്ലാസും ന്യൂക്ലിയസും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇത്രയാണ് ഈ രണ്ട് 2 സെൽ സ്റ്റേജിൽ. ഇനി ഈ പോളൻ ഗ്രെയിൻ ഒക്കെ മെച്യൂർ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ റിലീസ് ചെയ്യുമ്പോൾ ഒരു 60% ആൻജിയോസ്പോമും ഈ പോളൻ ഗ്രെയിൻ 2 സെൽ സ്റ്റേജിലാണ് റിലീസ് ചെയ്യുന്നത്. 60% മാത്രം കേട്ടോ, അത് ഓർത്തിരുന്നോ. 60% ഓഫ് ആൻജിയോസ്പോം ആണ് 2 സെൽ സ്റ്റേജിൽ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ളതിന് എന്ത് സംഭവിക്കും? ബാക്കിയുള്ള സെല്ലുകൾ ഒന്നും കൂടെ ഇതാണിപ്പോൾ നമ്മുടെ 2 സെൽ സ്റ്റേജ്. ഇതാണ് നമ്മുടെ 2 സെൽഡ് സ്റ്റേജ്. ഈ 2 സെൽഡ് സ്റ്റേജിന് വീണ്ടും ഒരു മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുകയാണ്. അപ്പോൾ അത് സെക്കൻഡ് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കും. ഈ സെക്കൻഡ് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ ആ സെക്കൻഡ് മൈറ്റോട്ടിക് ഡിവിഷൻ ഇവിടെയുള്ള ഈ ജനറേറ്റീവ് സെല്ലിൽ മാത്രമാണ് ഡിവിഷൻ നടക്കുന്നത്. വെജിറ്റേറ്റീവ് സെല്ല് ഒന്നും സംഭവിക്കാതെ പോലെ നിൽക്കുന്നു. ഇവിടെ കണ്ടോ, ഈ ജനറേറ്റീവ് സെല്ലാണ് ഡിവിഷൻ നടക്കുന്നത്. അങ്ങനെ ജനറേറ്റീവ് സെല്ലിന് മാത്രം ഡിവിഷൻ നടന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു വെജിറ്റേറ്റീവ് ന്യൂക്ലിയസും 2 ജനറേറ്റീവ് ന്യൂക്ലിയസ്, അപ്പോൾ മൊത്തം എത്രയായി? 3 സെൽഡ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് എത്തും. അപ്പോൾ 60% ഓഫ് ആൻജിയോസ്പോം 2 സെൽ സ്റ്റേജിലാണ് റിലീസ് ചെയ്യുന്നത്, റിമൈനിങ് 3 സെൽ സ്റ്റേജിലാണ്. അപ്പോൾ അതിലെന്തുണ്ടാവും? 2 ഗാമേറ്റ്സ് ഉണ്ടാവും. 2 സെൽ സ്റ്റേജിലാണെങ്കിൽ ഒരു വെജിറ്റേറ്റീവ് ന്യൂക്ലിയസും ഒരു ജനറേറ്റീവ് ന്യൂക്ലിയസും ഉള്ളൂ, അപ്പോൾ ഒരു ഗാമേറ്റേ ഉള്ളൂ. 3 സെൽ സ്റ്റേജിലാവുമ്പോൾ ജനറേറ്റീവ് സെൽസിന് ഒരു മൈറ്റോട്ടിക് ഡിവിഷൻ കൂടെ നടന്നു, അതുകൊണ്ട് 2 ഗാമേറ്റ്സ് ഇവിടെ ഉണ്ടാകും. ഇത്രയും മെയിനായിട്ട് ഈ ഒരു പോർഷൻ ഓർത്തിരിക്കുക. ഇനി ഈ കണ്ടീഷൻ ആയി കഴിഞ്ഞു കഴിയുമ്പോൾ ഈ ആന്തർ മെച്ചുറായി കഴിയുമ്പോൾ അതിലത്തെ വാട്ടറൊക്കെ ഡീഹൈഡ്രേറ്റ് ആയി പോകും. അത് കാരണം ഇതിൻ്റെ വാളുകളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തു, ഇതിനെ നറിഷ് ചെയ്തു, അങ്ങനെ വാളേഴ്സൊക്കെ ഡീഹൈഡ്രേഷൻ നടന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ മെച്ചുറായിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്തു. അപ്പം നമ്മൾ കണ്ടു നേരത്തെ ഇതിങ്ങനെ താഴേക്ക് ഗ്രൂപ്പ് പോലെ ഉണ്ട് അല്ലേ, താഴോട്ടേക്ക് ഉണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പ്സ് ഇതിനിടയിൽ കൂടി ഇങ്ങനെ പൊട്ടി ഇതിങ്ങനെ പുറത്തേക്ക് റിലീസ് ചെയ്യാണ് ചെയ്യുന്നത് 2 സൈഡിൽ. അപ്പം ഒരു 1000s ഓഫ് സ്പോർസ് ഇതിൻ്റെ ഉള്ളിൽ, മൈക്രോസ്പോർസ് ഇതിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തിട്ട് അതൊക്കെ പോളൻ ഗ്രെയിൻ ആയിട്ട് പുറത്തേക്ക് റിലീസ് ചെയ്യും. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡെഹിസെൻസ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഒരു മെച്ചുറായിട്ടുള്ള മെയിൽ ഗ്യാമേറ്റ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഡീറ്റെയിൽസും ആണ് കാണുന്നത്. പോളൻ ഗ്രെയിൻസ് നമുക്കറിയാം, നമ്മൾ ഈ ഹൈബിസ്കസ് ഒക്കെ എടുത്തിട്ട്, ചെമ്പരത്തി പൂവൊക്കെ എടുത്തിട്ട് അതിൻ്റെ മുകളിലത്തെ പോളൻ ഗ്രെയിൻസിനെ ടച്ച് ചെയ്ത ഒരു ചെറിയ റൗണ്ട് ഷേപ്ഡ് ആണ് അല്ലേ. നമ്മൾ സ്കാനിങ് മൈക്രോസ്കോപ്പ് കൂടെ നോക്കുകയാണെങ്കിൽ ഈ സ്മോൾ പോർഷൻ തന്നെ പല ബ്യൂട്ടിഫുള്ളായിട്ട് അതിൻ്റെ സർഫേസ് സ്ട്രക്ചേഴ്സൊക്കെ ഫോം ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കോമൺ ആയിട്ടും ഈ പോളൻ ഗ്രെയിനിന് 2 വാൾ ലെയേഴ്സ് ആണുള്ളത്. ഒന്ന് എക്സൈൻ, പിന്നെ ഇൻറ്റൈൻ. ഉള്ളിലുള്ളത് ഇൻറ്റൈൻ. അപ്പം ഈ 2 ലെയേഴ്സ് ആണ് ഇതിനുള്ളത്. ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള നമുക്കറിയാം, ഈ പോളൻ ഗ്രെയിന് ഇതിൽ നിന്ന് ആന്ത്രയിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ എങ്ങനെയൊക്കെയാണ് എത്തിപ്പെടുക എന്നൊന്നും അറിയത്തില്ല. അപ്പം അത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് വരെ അത് പ്രൊട്ടക്റ്റീവ് ആയിട്ട് ഇരിക്കണം, അതിൻ്റെ ഉള്ളിലത്തെ ഗ്യാമേറ്റ്സിനെയൊക്കെ അതിന് സംരക്ഷിക്കണം. അപ്പം അതുകൊണ്ട് ഔട്ടർ മോസ്റ്റ് ലെയർ ഭയങ്കര ഹാർഡായിട്ടുള്ള സ്ട്രക്ചറാണ്. ഏറ്റവും ഹാർഡായിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയൽ കൊണ്ടാണ് ഈ ഔട്ടർ മോസ്റ്റ് എക്സൈൻ ഫോം ചെയ്തിരിക്കുന്നത്. ആ ഔട്ടർ മോസ്റ്റ് എക്സൈൻ ഫോം ചെയ്തിട്ടുള്ള ഫാറ്റും ഫീനോളും കൊണ്ടുള്ള ഓർഗാനിക് മെറ്റീരിയലിൻ്റെ പേരാണ് സ്പോറോവെല്ലൻ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു
കാര്യമാണ്. ഈ പേര് ഓർത്തിരിക്കുക. ഒരുപാട് തവണ നീറ്റ് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ആണ് എക്സൈൻ മേഡപ്പ് ഓഫ് സ്പോറോപൊലനിൻ. ഈ സ്പോറോപൊലനിൻ എന്താണ്? ഇറ്റ്സ് എ ഫാറ്റ് ആൻഡ് ഫീനോൾ ഓർഗാനിക് മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ എന്ത് അഡ്വേഴ്സ് കണ്ടീഷനിൽ ഈ പോളൻ ഗ്രെയിൻ എത്തിപ്പെട്ടാലും അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഹൈ ടെമ്പറേച്ചർ ആണോ, സ്ട്രോങ് ആസിഡ് അല്ലെങ്കിൽ ആൽക്കലി എൻവയോൺമെൻ്റ് ആണോ, ഇനി എൻസൈം റിയാക്ഷൻസ് ആണോ, അങ്ങനെ എന്ത് നടന്നാലും അതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അത് ഫോസിൽസ് ആയിട്ട് വരെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്പോറോപൊലനിൻ ഉള്ളത് കൊണ്ട് ഈ സ്പോർസിനെ നമുക്ക് ഫോസിൽസ് ആയിട്ട് വരെയും നമുക്ക് കിട്ടും, ഇന്നും കാണപ്പെടുന്നുണ്ട്. ഇനി അടുത്തതാണ് ഇന്നർ ലെയർ ആണ് ഇൻടൈൻ. അതൊരു കണ്ടിന്യൂസ് തിൻ ലെയർ ആണ്. നമ്മുടെ ഔട്ടർ ഇത് എക്സൈൻ കണ്ടു. ഇനി ഇന്നർ മോസ്റ്റ് ലെയർ ആണ്, അതിന് ഉള്ളിലുള്ള ലെയർ ആണ് ഇൻടൈൻ. അതൊരു തിൻ കണ്ടിന്യൂസ് ലെയർ ആണ്. ഇവിടെ ഓർത്തിരിക്കുക, ഇത് മേഡപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. ഇനി അതിൽ സൈറ്റോപ്ലാസം സറൗണ്ടഡ് ബൈ പ്ലാസ്മ മെംബ്രെയിൻ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പോളൻ വയബിലിറ്റി. ഇനിയിപ്പോൾ ഈ പോളൻ ഗ്രെയിൻ ആന്തർ ഇന്ന് ഡെഹിസൻസ് നടന്ന് ഇത് പുറത്തേക്ക് വന്നു. എത്ര നാൾ ഈ പോളൻ ഗ്രെയിനിനുള്ളിലത്തെ ഗ്യാമേറ്റ്സ് വയബിൾ ആയിരിക്കും? കാരണം എത്ര നാളിനുള്ളിലാണ് അതിന് ഫെർട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുക? ഇപ്പം ഒരു പോളൻ ഗ്രെയിൻ റിലീസായി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര നാൾ അതിന് ഫെർട്ടിലൈസേഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും? അതിനെയാണ് പോളൻ വയബിലിറ്റി എന്ന് പറയുന്നത്. ദ പോളൻ വയബിലിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് ദി പോളൻ ടു ട്രാൻസ്ഫർ ദ മെയിൽ ഗാമേറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദം ടു ദ എംബ്രിയോ സാക്ക് ഫോർ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഇതിലത്തെ ഗ്യാമേറ്റ്സിന് എത്ര നാൾ അതിന് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി പറ്റും, ആ പെർട്ടിക്കുലർ ടൈം പീരീഡ്. വീറ്റും റൈസിലൊക്കെ ആണെങ്കിൽ 30 മിനിറ്റ്സ് അത് റിലീസ് ചെയ്ത് 30 മിനിറ്റ്സിനുള്ളിൽ ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ പിന്നെ മെയിൽ ഗ്യാമേറ്റ്സിന് ഫെർട്ടിലൈസേഷൻ ഒന്നും കൊള്ളത്തില്ല. ഇനി ലെഗുമിനസ് അല്ലെങ്കിൽ റോസൈസെ, ലെഗുമിനസ് ആൻഡ് സൊളനീസ് എന്ന് പറയുന്നതിന് അങ്ങനത്തെ പ്ലാന്റ് സ്പീഷീസിനൊക്കെ ഫോർ മന്ത്സ്, ഒരു 30 ഡേയ്സ് വരെ ഈ പോളൻ ഗ്രെയിൻസ് വയബിൾ ആയിരിക്കും. ഇനി ഈ പോളൻ ഗ്രെയിൻസ് ചില ആളുകളിൽ അലർജി ഉണ്ടാക്കും. നമ്മൾ ബ്രോങ്കൈറ്റിസ്, ആസ്മ പോലെയുള്ള അലർജി ഉണ്ടാവും. പിന്നെ ബാക്ടീരിയം അല്ലെങ്കിൽ ക്യാരറ്റ് ഗ്രാസ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പ്ലാന്റ് സ്പീഷീസ് പോളൻ ഗ്രെയിൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ആസ്മ, ബ്രോങ്കൈറ്റിസ് ഒക്കെ ഉണ്ടാക്കുന്നതാണ്. അത് ശരിക്കും നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നത് ഒരു കണ്ടാമിനൻ്റ് ആയിട്ടാണ്. വീറ്റ് ഇമ്പോർട്ട് ചെയ്തപ്പോൾ അതിനുള്ള ഒരു കണ്ടാമിനൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ പെർട്ടിക്കുലർ സ്പീഷീസ് ക്യാരറ്റ് ഗ്രാസ് സ്പീഷീസും ആസ്മ, ബ്രോങ്കൈറ്റിസ് ഒക്കെ ഉണ്ടാക്കും അതിൻ്റെ പോളൻ ഗ്രെയിൻസ്. ഇനി ഈ പോളൻ ഗ്രെയിൻസിന് അത് റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പോളൻ ഗ്രെയിൻസിനെ ഫുഡ് സപ്ലിമെന്റ്സ് ആയിട്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഈ പോളൻ കൺസംഷൻ ഹാസ് ബീൻ ക്ലെയിം ടു ഇൻക്രീസ് ദ പെർഫോമൻസ് ഓഫ് അത്ലറ്റ്സ് ആൻഡ് റേസ് ഫോഴ്സസ്. അപ്പോൾ അത്ലറ്റ്സ് ഒക്കെ നല്ല പവർഫുൾ ആയിട്ട് ഓടാനും അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഫുഡ് സപ്ലിമെന്റ്സ് ഈ പോളൻ ഗ്രെയിൻ കഴിക്കാറുണ്ട്. അത് ഈ പോളൻ ഗ്രെയിൻ നമുക്ക് പോളൻ ബാങ്കിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി പറ്റും. ലിക്വിഡ് നൈട്രജനിൽ പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അത് നമ്മൾ മെയിനായിട്ടും ഇത് ലിക്വിഡ് നൈട്രജനിൽ പ്രിസർവ് ചെയ്യുന്നത് പ്ലാന്റ് ബ്രീഡിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇത്രയും കൊണ്ട് നമ്മൾ ഈ പെർട്ടിക്കുലർ ടോപ്പിക് അവസാനിപ്പിക്കാൻ. ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഈ പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള നീറ്റ് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അടുത്ത വീഡിയോയിലേക്ക് ഇത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ആൻസർ ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കടക്കാം. താങ്ക്